സുഖിരിസലം ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ രണ്ട് മൂന്ന് ചാനൽ, ഒന്ന് ലൈഫ് ഡിവൈൻ ചാനൽ, അതുപോലെ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്നുള്ള ഒരു ചാനൽ, പിന്നെ ശാന്തിരി ന്യൂസ്, അങ്ങനെ രണ്ട് മൂന്ന് ചാനൽ മാസമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളൊക്കെ അതുപോലെ ആശയ സംബന്ധമായ കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. പക്ഷെ രണ്ട് ചാനലിൻ്റെ ആശയം തമ്മിൽ വ്യത്യാസം ചില കാര്യങ്ങളിൽ. ഒന്ന്, ലൈഫ് ഡിവൈൻ ചാനലിൽ പ്രവർത്തിക്കുന്നത് ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് തോന്നുന്നു, ആശാ ശ്രീജിത്ത്, അവരാണ്. അതേപോലെ ഈ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്നുള്ള ഒരു ചാനല് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശ്രമത്തിൽ നടക്കുന്നത് ശരിയായ ഗുരുവിൻ്റെ വിശ്വാസ ആശയത്തിനനുസരിച്ചല്ല എന്നും, അവിടെ ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം സംഭവിക്കുന്നത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി ഗുരുവിൻ്റെ ആശയത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളാണ് നടക്കുന്നത് പുറത്തു വിടുന്നത്. അവർ തെളിവ് സഹിതം പറയുന്നവർ, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സന്യാസിമാർ, പല ജന്യമാരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ടും ഗുരുവിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് പുറത്തു പറഞ്ഞുകൊണ്ട് തന്നെ, ഈ ദയാജന്നി എന്ന് പറയുന്ന ജന്നി, അങ്ങനെ കുറേ നിസ്സംഗാജന്നി, പിന്നെ രാജൻ വർഗീസ് എന്ന് പറയുന്ന ഗുരുദ്നേശ സ്വാമി, അതുപോലെ പരമപ്രകാശ സ്വാമി, അങ്ങനെ കുറേ പേര് അവിടുന്ന് പോയി. മലയാള ആശ്രമത്തിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന പലരും ഒക്കെ മാറി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, പക്ഷേ ഈ നമ്മുടെ ഈ ആശാ ശ്രീജിത്തിൻ്റെ ചാനൽ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ചാനലിൽ പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ട് ഗുരുവിൻ്റെ ആശയം എന്ന രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഈ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നെങ്കിലും പുസ്തകം വായിച്ച അറിവ് വെച്ചിട്ടൊക്കെയാണ്. പക്ഷേ ശാന്തിരാശ്രമത്തെ സംബന്ധിച്ച് മറ്റു ആശ്രമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു രീതിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശ്രമം എന്ന് പറയുമ്പോൾ ഈ പൊതുവെ ഏതെങ്കിലും ആരാധന, ധ്യാനം, അതുപോലെ പിന്നെ യജ്ഞങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ഈ ആശ്രമം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാട് വെള്ളിക്കുടലൊക്കെ ഉള്ള ഒരു പ്രദേശം, അങ്ങനെയൊക്കെയാണ് ഒരു മനസ്സിലാക്കൽ. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സാധാരണഗതിയിലുള്ള ഒരാശ്രമം, ഒരു പ്രാർത്ഥനാലയമുണ്ട്, പിന്നെ ഒരു പർണശാല, പിന്നെ കെട്ടിടങ്ങൾ, അതേപോലെ സ്കൂളുകൾ, അതുപോലെ നെയ്ത്തുശാല, പിന്നെ ആയുർവേദ ഔഷധശാല, അതുപോലെ ഹോമിയോ, അലോപ്പതി, ഇങ്ങനെയുള്ള വൈദ്യശാലകളൊക്കെ കാണുമ്പോൾ നമ്മളൊരു വീടിൽ ചെന്ന പോലെ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. പക്ഷേ മറ്റാശ്രമങ്ങളിൽ ഇതേപോലെ ഏതെങ്കിലും ഒരുപാട് ധ്യാനത്തിൽ, യോഗ, അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും കാണാറില്ല. മാത്രമല്ല, ഈ നിലവിലുള്ള ആശയ സംവിധാനത്തിനനുസരിച്ച് വേദങ്ങളോ ശാസ്ത്രങ്ങളോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഉപനിഷത്ത്, അല്ലെങ്കിൽ മനുസ്മൃതി, ഇതൊന്നും പിൻപറ്റാതെ യഥാർത്ഥമായ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വേണം, ഒരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ സമൂഹത്തിൽ ഏറ്റവും കാണുന്ന പല ആവശ്യമില്ലാത്ത അനാചാരങ്ങളൊക്കെ ഒഴിവാക്കി യഥാർത്ഥത്തിൽ നമ്മൾ ഗൃഹധർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു മനുഷ്യനായിട്ട് എനിക്കിപ്പോൾ ഭാര്യ ഭർത്താവ്, അല്ലെ അച്ഛൻ അമ്മ, ഭാര്യ ഭർത്താവ്, മക്കൾ, ആ ഓരോ കുടുംബത്തിൻ്റെ നല്ല ഒരു കുടുംബം, നല്ല മാതാവ്, ആ മാതാവിൽ ജനിക്കുന്ന മക്കളിൽ കൂടെ നന്മ വരുമ്പോൾ അറിവുള്ളൊരു അമ്മയും, അതുപോലെ തെളിഞ്ഞ ഒരു അച്ഛൻ, ഹൃദയശുദ്ധിയുള്ള അച്ഛൻ, അതുപോലെ കുടുംബധർമ്മം, അച്ഛൻ്റെ ധർമ്മങ്ങളുണ്ട്, പിന്നെ അമ്മയുടെ ധർമ്മം, മക്കളുടെ ധർമ്മം. അപ്പോൾ നിലവിലുള്ള സംവിധാനത്തിലപ്പുറം എന്തുകൊണ്ട് അനുസരണയുള്ള മക്കളായിരിക്കണം. അച്ഛനെയും അമ്മയും ആദരിക്കുകയും ബഹുമാനിക്കുകയും, അതേപോലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും, അനുസരണ വിനയമുള്ള ഒരു മക്കൾ, അങ്ങനെയുള്ള മക്കളെ കൂടി നാടിനും, വീടിനും, നാടിനും, ലോകത്തിനും എന്ന ശാന്തിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഒരു വളരെ ലളിതമായ രീതിയിലാണ് ഒരു ആ കാര്യങ്ങൾ ശാന്തിയുടെ ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ ധർമ്മം എന്ന് പറയുന്ന പഞ്ചധർമ്മങ്ങൾ, ഗൃഹധർമ്മം, ദേവധർമ്മം, ദാനധർമ്മം, ആത്മധർമ്മം എന്ന് പറയുന്ന രീതിയിൽ ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ ലളിതമായിട്ടാണ് ഗൃഹധർമ്മത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഏറ്റവും ധർമ്മമായ ജീവിതം നയിക്കുക,
കർമ്മധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നിലവിലുള്ള രീതിയല്ല. അപ്പം അവള് ശാന്തിയെ സംബന്ധിച്ച് മറ്റ് സാധാരണ ആശ്രമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ വെക്കുക, അല്ലെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുക എന്നുള്ള രീതിയല്ല. ഒരു വീട്ടിലെ അച്ഛൻ മക്കളോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ നമ്മൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇന്നതുപോലെ ചെയ്യും, ഇന്നതുപോലെ പറയൂ എന്ന് പറയുന്ന രീതിയാണ് അവിടെ. അതിനുവേണ്ടി ഗുരു ഏതെങ്കിലും ഒരു വേർതിരിവ് അവിടെ കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഏറ്റവും കൂടുതൽ അടുത്ത് നിർത്തിയിരുന്നത് വളരെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേർപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ രോഗം ദുരിതം കഷ്ടപ്പെടുന്നവരെയൊക്കെയാണ് അടുത്തെത്തി. അപ്പോൾ അതേപോലെ ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഗുരു അങ്ങനെ അനുവദിച്ചിരുന്നില്ല. വേണ്ട, അതങ്ങനെ വേണ്ടി ഒരു പാവപ്പെട്ടവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്തിച്ച് ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പം പക്ഷെ ഇവിടെ പറയുന്ന പോലെ ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം ഗുരു എന്തെല്ലാം സങ്കല്പങ്ങളിലൂടെ ഈ പരമ്പരയെ വളർത്തിയോ അതിന് നേരെ വിപരീത ദിശയിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ടു. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ യുഗത്തിലും ഒരു ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗി എന്ന് പറയുമ്പോൾ ഒരു യുഗത്തിനോ ധർമ്മങ്ങളുണ്ട്. അപ്പം ഗുരുക്കന്മാരെ സംബന്ധിച്ച് ബ്രഹ്മർഷി കരുണാകരഗുരുവിനെ സംബന്ധിച്ച് മുൻകാലത്ത് വന്നുപോയ ഗുരുക്കന്മാർ ശ്രീകൃഷ്ണ ഭഗവാനായാലും യേശുവായാലും നബി ആയാലും അങ്ങനെ ശ്രീനാരായണ ഗുരു, ഇതെല്ലാം ഗുരു ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, ലോക മനുഷ്യരാശിയുടെ നന്മയുടെ ആശയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അവരുടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് മനുഷ്യർ പിന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ എന്താണോ ഗുരുവിൻ്റെ ആശയം അതിനനുസരിച്ച് മുമ്പും അങ്ങനെ പോയതുകൊണ്ടാണ് ഇവിടെ ധർമ്മം സ്ഥാപിക്കാതെ മാറ്റപ്പെട്ടത്. അതായത് ഓരോ ഗുരുക്കന്മാർ വന്നിട്ട് അവർക്ക് ഈ ഒരു ധർമ്മം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പം അത് പല തടസ്സങ്ങളിൽ വന്നു. അപ്പം ഇവിടെ ശാന്തിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ആശയം എന്താണോ അത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് പോലും അറിയിപ്പുണ്ടായി, ഇന്നത് പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഗുരു ദേഹവിയോഗം സംഭവിച്ചത്. പക്ഷെ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഓരോ ഗുരുക്കന്മാർ വന്നതിന് ശേഷം പിൻപറ്റുന്ന ഒരു അടുത്ത ഗുരു എന്ന രീതിയിൽ ആ കാലഘട്ടത്തിൽ വരുന്നത് ഒരു സ്പിരിറ്റാണത്. ആ സ്പിരിറ്റ് ആ ധർമ്മം സ്ഥാപിച്ച് പോയി കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനായാലും അല്ലെങ്കിൽ യേശു ആയാലും നബി ആയാലും ആ പരമ്പരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് നടപ്പാക്കുക എന്ന ധർമ്മത്തിനപ്പുറം ഇവിടെ സംഭവിച്ചത് അവിടെ ഗുരു സന്യാസം കൊടുത്തു നിർത്തിയ ഒരു ജനനി അവിടെ ഞാൻ അടുത്ത ഗുരുവാണെന്ന രീതിയിൽ അവിടെ അവരോധിക്കപ്പെടുകയുണ്ടായി. അപ്പം അതിൽ ആശ്രമ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഗുരു ശരീരത്തിലുള്ള സമയത്ത് തന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഗുരുവാണെങ്കിൽ കൂടി. അതുപോലെ ബൈലോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം അവരതൊക്കെ തിരുത്തി എന്നാണ് പറയുന്നത്. ആ ബൈലോ അവർ മൈൻഡ് ചെയ്യാതെ ഞാൻ അടുത്ത ഗുരുവാണെന്ന് വെച്ച് ഗുരു ആശ്രമത്തിനെ സംബന്ധിച്ച് സന്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയായി നിന്ന് 12 വർഷം കഴിയുമ്പോൾ പരീക്ഷിച്ച് ഇവന് യോഗ്യതപ്പെട്ടവനാണെങ്കിൽ, അതായത് ഈ സന്യാസം എന്ന് പറയുമ്പോൾ ധർമ്മം എന്താ പറയുക സമ്പത്തും വിദ്യാധനം പ്രഭുത്വം എന്ന് പറയുന്നത് ഈ ഉള്ളവനായിരിക്കണം, ഇല്ലാത്തവനല്ല. ഇതെല്ലാം ഉള്ളവനാണ് ത്യജിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ സമ്പന്നനായ പണം കൊണ്ടല്ല, ആ സമ്പന്നത ഉള്ള മനസ്സിൻ്റെ ഉടമയായ ആളുകളാണ് സന്യാസികൾ. അപ്പോൾ ഈ സന്യാസത്തിന് ആദ്യം മഞ്ഞ വസ്ത്രമാണ് കൊടുക്കുക. 12 വർഷം പരീക്ഷിച്ച് ഇതിന് യോഗ്യതപ്പെട്ടെന്നാൽ തന്ന് മഞ്ഞ വസ്ത്രം കൊടുക്കും. അതിനുശേഷം വീണ്ടും 12 വർഷം കഴിയുമ്പോൾ അത് കാവ്യ വസ്ത്രത്തിലേക്ക് ആ ഉയർന്ന രീതിക്ക് കുറച്ചുകൂടി പാകപ്പെട്ടാൽ മഞ്ഞ വസ്ത്രം കൊടുക്കും. വീണ്ടും 12 വർഷം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഒരുപാട് വൈകില്ല. അപ്പോൾ ആ ഒരു ഏറ്റവും യോഗ്യപ്പെടുമ്പോൾ വെള്ള വസ്ത്രം കൊടുക്കുന്ന സിസ്റ്റമാണ് അത്ര. എന്നാൽ അവിടെ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ 12 വർഷം കഴിഞ്ഞ് ഗുരു നൽകുന്നതാണ് സകല കാര്യങ്ങളും. ഇവിടെ സന്യാസിമാരുണ്ട്, ജന്യന്മാരുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള രീതി എന്ന് പറഞ്ഞാൽ എന്താണോ ഗുരു ആഗ്രഹിച്ചത്, ഒരു കുടുംബ സംവിധാനത്തിൽ കൂടി എങ്ങനെയാണോ കുടുംബത്തിൻ്റെ ശുദ്ധിയും അല്ലെങ്കിൽ എല്ലാവിധ ഇതും. അപ്പോൾ അവിടെ തന്നെ ആശ്രമത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഭക്ഷണം ആണ് ഗുരു കൊടുക്കുക. ഗുരു തൻ്റെ ആഹാരം, ജീവനെ നിലനിർത്താൻ ആഹാരമാണ് ശരീരത്തിന് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റ്
ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് കഷ്ടപ്പാടുകൾ, രോഗാതുരമായ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ, ഔഷധം, പരിപാലനമൊക്കെ അതും പഠിപ്പിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞാണ് അടുത്താണ് ആത്മബോധനം. ആത്മാവിൻ്റെ ജീവനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് കൊടുക്കുക എന്ന് പറയുന്നത് അതിനുശേഷം. അല്ലാതെ പിന്നെ വിശക്കുന്നവനോട് വേദം ഊതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം വിശപ്പ് മാറ്റാനും ഈ വിശപ്പ് മാറ്റാനുള്ള തൊഴിലെന്താണോ അതിനുള്ള നിർദ്ദേശം കൊടുക്കുക. അങ്ങനെ അതാണ് മാതൃകയായിട്ട് അവിടെ സ്ഥാപിച്ച പശുത്തൊഴുത്തുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മാതൃകയായിട്ട് അവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അത് പിൻപറ്റുക, തൊഴിലിലെ ഏത് തൊഴിൽ സ്വീകരിക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം അങ്ങനെ ആത്മബോധത്തിലേക്ക് വരുമ്പോൾ ജീവൻ്റെ സൂക്ഷിപ്പ് അല്ലെങ്കിൽ കർമ്മധർമ്മങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു അറിവ് കൊടുക്കണം. മറ്റൊരു സ്ഥലത്തൊന്നും അങ്ങനെ ഒരു അറിവ് കൊടുക്കും, ജീവിതത്തെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നില്ല. ഇപ്പം നിലവിൽ ഓരോ ഗുരുക്കന്മാർ വന്ന് അവരെ കാലശേഷം ആ ഗുരു നൽകിയിരിക്കുന്ന എന്തൊക്കെയാണോ അത് പ്രാവർത്തികമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാർ അല്ലെങ്കിൽ പിൻപറ്റുന്ന ഭക്തന്മാരൊക്കെ. അപ്പം അവിടെ ഗുരു എന്ന് പറയുമ്പോൾ ഈ കാലങ്ങളെ കണ്ടറിയുന്നവനാണ് ഗുരു. അപ്പം ഇത് ഗുരുവിനെ സംബന്ധിച്ച് പഴയ ബൈബിൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പ്രവചനങ്ങളുണ്ടായിട്ട്, അതായത് ഈ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമേവ സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രം പറയുകയും വരുവാനുള്ളതിനെ അറിയിച്ചു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് നിലവിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഗുരു തന്നെ സമീപിക്കുന്ന ഏതൊരു ആളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടറിയാൻ എങ്ങനെ കണ്ടറിയും വെച്ചാൽ ഗുരു പറയുകയില്ല. ഗുരു തൻ്റെ കൂടെയുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ അവിടെ പിന്നെ ബ്രഹ്മചാരിമാർ അല്ലെങ്കിൽ ജന്യമാർ ഇവരൊക്കെ കൊച്ചെ അത് നോക്കി എന്താണെന്ന് നോക്കാൻ പറയും. അപ്പോൾ അവർ പോയി നോക്കാൻ പറയുന്ന നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോയി നമസ്കരിച്ച് പിന്നെ ധ്യാനിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഗുരുവിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കിട്ടുന്നത്. ഗുരുവിൻ്റെ അതേ രൂപത്തിൽ നിന്നാണ് വാക്കുകൾ കിട്ടുന്നത്. ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞത്. ആ കേൾക്കുന്ന വാക്കുകൾ ഈ ജന്യമാരോ ആരാണോ നോക്കാൻ പോയത് അവർ വന്ന് ഇന്നതുപോലെ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് ഗുരു ഇന്നത്. അപ്പം അത് വളരെ കൃത്യമായിരുന്നു എന്താണോ കാര്യം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പൊക്കെ വിചാരിക്കുന്നത്, എനിക്ക് സംബന്ധിച്ച് ഈ ഭക്തി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ദൈവഭക്തിയൊന്നും. ആ സമയത്ത് പോവുക, ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ നമുക്ക് ബാധകമല്ല, ഉണ്ടെങ്കിലും ഉണ്ടാകട്ടെ. അപ്പം ഈ ദൈവത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു രൂപത്തിൽ പോയി പ്രാർത്ഥിക്കുക, പിന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടുക, ആ ഒരു ബിംബങ്ങളെയൊക്കെ ആരാധിച്ച് അത് ദൈവമാണോ അല്ലയോ നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ശിഷ്യല്ല. പിന്നെ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ പരിചയമില്ല. വീട്ടിൽ രാമായണം, ഭാരതം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചിന്തയില്ലായിരുന്നു. അപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെയാണോ, വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഇല്ല, അത് നിർബന്ധമില്ല, മറ്റൊരു ഇതല്ല. അതുപോലെ തന്നെ ഫ്രീഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ മേഖല അറിയാം. പക്ഷേ എൻ്റെ ഒരു ബന്ധുവിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ശാന്തിഗിരി ആശ്രമത്തിലെത്തുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാനെന്തിനാണ് ഈ 10-25 വയസ്സോളം ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനെന്തിനാണ് ഇവിടെ ആശ്രമത്തിൽ പോകുന്നത്? ഇതൊക്കെ പ്രായപ്പെട്ട ആൾക്കാർ ഭക്തിമാർഗം, ആ മരണഭയമുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു മോശം മാർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൽ കിട്ടണം, അല്ലെങ്കിൽ ഇവരെ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കിട്ടണം. അതേ സംബന്ധിച്ച് സ്വർഗമാണോ നരകമാണോ അങ്ങനെ ചിന്തയില്ല. അപ്പം അതായത് പ്രായം മരിക്കുക അങ്ങനത്തെ ചിന്തയില്ല. എത്രയും നേരത്തെ പിന്നെ എന്തിനാ ആദ്യം പ്രായത്തെ ഒരുപാട് ജീവിച്ച കാര്യമൊന്നുമില്ലല്ലോ, വേഗം മരിക്കുക നല്ലതെന്നുള്ളൊരു, അതായത് പിന്നെ പെൻഷൻ അതിനൊപ്പം തന്നെ എങ്ങനെ മരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ജീവിതത്തെ ആസ്വദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട്. ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ജീവിക്കുക, കിട്ടുന്ന ശമ്പളം മുഴുവൻ തീർക്കുന്ന ഒരു ഇതായിരുന്നു. എല്ലാ പിന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന ആവശ്യമില്ല. കാരണം സ്വതന്ത്രമായിട്ട് വീട്ടിലാവശ്യം ഇല്ല, ആരും ചോദിക്കാറില്ല, ശമ്പളം കിട്ടിയാൽ എന്തിനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് പോകുമായിരുന്നു. എന്താ വെച്ചാൽ എല്ലാം പിന്നെ മത്സ്യമാംസാദി ഉപയോഗിക്കും, അത്യാവശ്യം ലഹരി, പിന്നെ ലിക്കർ ഉപയോഗിക്കും, സിഗരറ്റ്, സ്മോക്കിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താണ് മറ്റേ സ്ത്രീ വിഷയത്തിൽ വെച്ച് ബാക്കിയെല്ലാം അതിലേക്ക് മനസ്സിൽ പോയില്ല. എന്തായാലും ഈ തരത്തിൽ അങ്ങനെ അങ്ങ് തീർക്കുമായിരുന്നു. അപ്പം എന്തിനാണ് ഒരുപാട് കാലം ജീവിച്ചിട്ട് ഇത് കാര്യമില്ല. അപ്പോൾ ജീവിതത്തിന് എന്താണ് ഏതാണെന്ന് അറിയില്ല, കാരണം അങ്ങനൊരു അനുഭവം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഞാനെന്തിനാണ് ആശ്രമത്തിൽ പോകുന്നത്? എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രായമായിട്ടൊരു മോശമാർഗം അങ്ങനെയൊന്നുമില്ല. അല്ല, പിന്നെ എന്തായാലും എൻ്റെ ബന്ധുവിന് നിർബന്ധ പ്രകാരം എങ്ങനെ പോയെന്ന് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നിലവിലുള്ള ഒരു സംവിധാനമല്ല
എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഗുരു വളരെ ലളിതമായിട്ടാണ് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പറയുക. അപ്പോൾ അത് പറയുമ്പോഴാണ് ഈ ജന്മങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു ജന്മം മാത്രമേ ഉള്ളൂ, അത് അടിച്ചു പിടിച്ച് ജീവിച്ചാൽ മതി എന്ന് ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതൊക്കെ ഗുരുവിൻ്റെ സംഭാഷണത്തിൽ കൂടിയാണ് പലതും മനസ്സിലാകുന്നത്. നമുക്ക് സ്വയം നമ്മളെ മുൻ ജന്മങ്ങൾ കണ്ടറിയാനുള്ളൊരു രീതിയിലേക്കൊക്കെ ഗുരുവോട് സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഗുരുവിൻ്റെ ഗുരുവാണി കൂടിയൊക്കെ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാകുന്നത്, നമ്മളെ മനുഷ്യൻ്റെ എങ്ങനെ, അതായത് ഈ ജന്മജന്മാന്തരങ്ങളായി വന്നുപോയ കർമ്മദോഷങ്ങൾ, കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കും. നമ്മൾ വാക്ക്, മനസ്സ്, വാക്ക്, ചിന്ത, ഇതെല്ലാം പ്രവൃത്തിയിൽ വരും എന്നുള്ളൊരു അറിവ്. അതായത് സയൻറ്റിഫിക്കലായിട്ട് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാറില്ലേ. ഇതേപോലെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന കർമ്മമാണ്, നമ്മളെ വാക്ക് എന്ന കർമ്മമാണ്, നമ്മൾ പ്രവൃത്തി, ഇതെല്ലാം കർമ്മത്തിലെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവനിൽ എത്രയോ ജന്മാന്തരങ്ങൾ വന്ന ഗുണങ്ങളും ദോഷങ്ങളുണ്ട്, അതായത് നമ്മളായിട്ട് അനുഭവിച്ച് ഇങ്ങനെ പോകേണ്ട രീതി. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ജീവിച്ചില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇനിയും ജന്മങ്ങൾ വരും, അപ്പോഴൊക്കെ ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ലത് ചെയ്താൽ നല്ലതായിട്ട് വരും, പെട്ടെന്നല്ലെങ്കിലും എന്നാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഏതൊരു അറിവ് കിട്ടിയപ്പോൾ അപ്പോൾ എൻ്റെ ചിന്താഗതി മാറാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ദൈവവിശ്വാസം ഇല്ലെങ്കിലും അപ്പോൾ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകത്തൊരു പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് നിയന്ത്രിക്കുന്ന എന്നൊക്കെയുള്ള സ്വയം ഒരു ബോധം ഉണ്ടായി. ഗുരു ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുകയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്, ഇതുകൊണ്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മദ്യപാനം എന്നുള്ളൊരു ശീലം അങ്ങനെ ഞാൻ നിർത്തി. പിന്നെ അതുപോലെ ഈ മത്സ്യമാംസാദികൾ പിന്നെ അത് ക്രമേണ ഉപേക്ഷിച്ചു. സ്മോക്കിങ്, അങ്ങനെ ദുശ്ശീലങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ എന്താ പറയുക, ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും പണം ചിലവാക്കുന്ന രീതിയിലേക്ക് എനിക്ക് സ്വയം ഒരു തോന്നലുണ്ടായി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇതൊരു മാറ്റി, ഇതിനെന്ത് പറ്റിപ്പോയി എന്നുള്ളൊരു ക്രമേണ മാറ്റിയെടുക്കാണല്ലോ. അപ്പോൾ അതിന് കമ്പനിയൊക്കെ ഒഴിവാക്കി. അപ്പോൾ എന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഒക്കെ ആയിട്ട് ജോലിയോടൊരു ആത്മാർത്ഥത കുറേ കൂടി കൂടി, നന്നായിട്ട് കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റം കണ്ടു. അപ്പോൾ ജീവിതത്തെക്കുറിച്ചൊരു അറിവും കാര്യമൊക്കെ അങ്ങനെ വന്നു. അപ്പോൾ അത് നല്ല ഒരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗുരു പറയാതെ തന്നെ നമുക്ക് സ്വയം ഇങ്ങനെ ഒരു ബോധം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ ലളിതമായിട്ട് ഓരോ കാര്യം, എന്തൊരു കാര്യത്തിനും ഗുരുവിന് ഉത്തരമുണ്ട്, എന്നതുപോലെ ചെയ്യുന്നത് പോലെ പറയൂ. അതിനുവേണ്ടി നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് അവിടെ ചെയ്യുകയോ അല്ലെങ്കിൽ നേർച്ച വയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ അത് ആ തരത്തിലായിരുന്നു. അപ്പോൾ വളരെയധികം ഒരു എന്താ പറയുക, ഒരു സ്നേഹവും ഒരു വിനയവും, നമ്മൾ സ്വന്തം രക്ഷിതാവിനെ പോലെയാണ് ഗുരുവോട് കരുതുന്നത്. പക്ഷേ ഇപ്പം ഈ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ചാനലിൽ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊരു ശരിക്കും പറഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് ത്രികാലജ്ഞാനിയാണ്. അതായത് ഈ ഇന്നലെ കഴിഞ്ഞു പോയതെന്തെന്നും ഇപ്പം നടക്കുന്നതെന്തെന്നും നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗുരു ശരീരത്തിലുള്ള സമയത്ത് പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അപ്പം അത് ഓരോ സംബന്ധിച്ച്, ഈ പ്രകൃതിയെ സംബന്ധിച്ചായാലും ഓരോ മനുഷ്യരെ സംബന്ധിച്ച് എന്തും. അപ്പം ഈ ത്രികാലം 3 കാലങ്ങളെയും കണ്ടറിഞ്ഞവൻ എത്രയോ ജന്മങ്ങൾ, അനേക ജന്മസമ്പ്രാപ്ത കർമ്മകർമ്മ വിദാഹേ ജ്ഞാനാലല പ്രഭാവന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഈ ഗുരുക്കന്മാർ അനേക ജന്മങ്ങളായിട്ട് വന്നിട്ട് ആണ് ഈ ഒരു വിശേഷിത്വം നേടിയെടുത്തത്. അപ്പം അതിൽ ഇന്നിപ്പോൾ നിലവിൽ ഗുരുസ്ഥാനത്ത് അവിടെ കയറിയിരിക്കുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ന്യായീകരിക്കുകയാണ് ഈ ശ്രീകുട്ടനും ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ അവളും. അപ്പം അതിൽ ഒരു തരത്തിലും ഈ നിലവിലുള്ളൊരു ഇപ്പോൾ കഴിഞ്ഞു പോയ പരമ്പരയൊക്കെ നോക്കിയാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആ ഒരു സ്പിരിറ്റ് അതിൻ്റെ കർമ്മം നിർവഹിച്ച് പോയിട്ട് അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാണ് പരമ്പര ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ആ കസേരയിൽ ഗുരുവിൻ്റെ വസ്ത്രത്തിരിക്കുക, ഗുരുവിൻ്റെ കസേരയെ കയറി ഇരിക്കുന്നത് കൊണ്ട് ഗുരുവാകാൻ കഴിയില്ല. അപ്പോൾ ഈ ജ്ഞാനം വേണം. അപ്പോൾ ഇന്ന് നിലവിലുള്ള സമയത്ത് കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അത് അറിയാവുന്നൊരു ജന്യല്ല. ശിഷ്യപൂജിതാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇന്നിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് അത് വേറെ അറിയുന്നുണ്ടോ? കാരണം ഈ സന്യാസിമാരെ സംബന്ധിച്ച് ഈ സ്വതന്ത്രമായ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടാവുന്ന അവർ സ്വകാര്യമായി സ്വത്ത് സമ്പാദിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിലെ മോശമായ ആചാരങ്ങൾ പിന്തുടരാനോ പാടില്ല. ഇവിടെ ഈ സ്വന്തം ലാഭത്തിന് വേണ്ടി പല കമ്പനികളിൽ അവർ ഷെയർ എടുക്കുന്നതായിട്ട് കേൾക്കുന്നു. അതേപോലെ മദ്യം എന്ന് പറയുന്നത് അത് നല്ലതല്ലല്ലോ. അപ്പോൾ ആ മനുഷ്യനെ ചീത്തയാക്കുന്ന ഏറ്റവും വലിയൊരു ആണ് മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ മദ്യത്തിൻ്റെ വലിയ ഫാക്ടറിക്ക് നടത്തിപ്പിന് വേണ്ടി സന്യാസിമാർ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഈ സന്യാസിമാരെയൊക്കെ നിയന്ത്രിക്കാനോ ഗുരുവായിട്ടിരിക്കുന്ന അവർക്ക് സാധിക്കുന്നില്ലോ. അപ്പോൾ അതെന്ത് ഗുരുവാണെന്ന് മനസ്സിലാക്കുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരു ഗ്രസ്തന്മാർ പോയി ചെയ്യുന്ന പോലും ഗുരു വിലക്കിയിരുന്നുള്ളതാണ്. അതേ സ്ഥാനത്താണ് ഇപ്പോൾ ഇവിടെ എന്ത് പറയുന്നത്, ഇപ്പം
ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പോലും സന്യാസിമാർ പറയുന്നത്, അല്ലെങ്കിൽ ആശ്രമത്തിനെ പഴി പറയുന്ന രീതിയിലേക്ക് സന്യാസിമാർ പോലും ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഈ ശ്രീജിത്തൊക്കെ പറയുന്നത് അവരെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് പറയുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ പോക്ക് ശരിയല്ല, ഗുരു ഇങ്ങനെയല്ല ചെയ്തതെന്ന് പറയുമ്പോൾ ഇവർ എന്തൊക്കെയോ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ എന്തൊക്കെയോ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഇവർ ഒരു വീഡിയോ ചെയ്താൽ നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ട് ഒരു കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. ഒരു ആത്മീയ ബോധമുള്ള ഒരു കമൻറ്റ് ഒരു മറുപടി കൊടുക്കുകയാണ് പറയുക. അത് സമയത്തോടെ മറുപടി കൊടുക്കുന്ന അധിക്ഷേപിക്കുക. അപ്പോൾ ഇവൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ ശിഷ്യപൂജയെ ഗുരുവായിട്ട് അംഗീകരിക്കണം പോലും അതങ്ങനെ സാധിക്കും. നിലവിൽ അങ്ങനെ സംവിധാനം ഇല്ല. ഇവർ പറഞ്ഞുകൊണ്ട് ഗുരുവാകാൻ കഴിയും. ഗുരുവാണെങ്കിൽ ഗുരുവിൻ്റെ ഒരു യോഗ്യത വേണം. നിലവിൽ അങ്ങനെ ഒരു ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ശേഷം എന്നാ ഗുരു വരുന്നു. ഗുരു പറഞ്ഞിരിക്കുക കൽപ്പാന്ത കാലത്തോളം ഞാനാണ് ഈ പരമ്പരയിൽ ഗുരുവായിരിക്കുക. അതായത് ബ്രഹ്മജ്ഞാനിയായ ഗുരു ഉണ്ടാവും, ഒരു ഗുരു ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗുരു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണ്. അപ്പോൾ ആ ഗുരുവിനെ പിന്നെ അവിടുത്തെ ഗുരുവിൻ്റെ രൂപം എന്ന് പറയുന്നത് ആരാധിക്കാൻ കൊടുത്തിരിക്കുന്ന താമരയിൽ ഓങ്കാരം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഓങ്കാരം എന്തുകൊണ്ട് ഓങ്കാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ആദിയിലെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ഓം നല്ല ശബ്ദത്തോടു കൂടി ഉണ്ടായി. പ്രപഞ്ച സൃഷ്ടിയുടെ ഓം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓങ്കാരത്തിൽ താമര എന്ന് പറയുന്നത് ബ്രഹ്മ കമലം എന്ന് ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് താമരയുടെ ആകൃതിയിലാണെന്ന് പറയുന്നത്. താമരയിൽ പ്രകാശ രൂപമായിട്ടാണ് ഈ ഗുരു നിൽക്കുന്നത്. ഗുരു എന്ന് പറയുന്നത് പ്രകാശമാണ്. അപ്പോൾ ഒരു ജീവൻ എന്ന് പറയുന്നത് പ്രകാശമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവൻ്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാം ഈ ദൈവത്തിൻ്റെ അംശമാണ്. പ്രകാശത്തെ നമുക്ക് കാണാൻ കഴിയില്ല, പ്രകാശത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ പ്രകാശത്തിൽ മറ്റു വസ്തുക്കളെ കാണാം, ആ പ്രകാശത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അത് ഏറ്റവും വലിയ പ്രകാശം. ആ പ്രകാശത്തിൻ്റെ അംശമായിട്ട് ജീവൻ എന്ന് പറയുന്നത് ലൈറ്റാണ്, സ്പിരിറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് അല്ലെ, ബ്രഹ്മാണ്ടത്തിൻ്റെ രൂപം ഓം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ശബ്ദം തന്നെ എന്ന് പറയാം. അപ്പോൾ ഓം എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് ഓം എന്നുള്ളൊരു പൂർത്തീകരണമാണ്. അത് എല്ലാത്തിനും കാണാം. ഈ പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും ഈ ശബ്ദം ഉണ്ടെന്നാണ്. നമ്മളെ സംബന്ധിച്ച് ജീവനെ സംബന്ധിച്ച് നമുക്കറിയാം, ജീവനുള്ളത് ജീവൻ്റെ വ്യത്യസ്തമായ എന്താ പറയുക വലിപ്പ ചെറുപ്പങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ കസേരയാണെങ്കിൽ പോലും ഇത് ജീവനില്ലെങ്കിൽ പോലും ഇതിലും ജീവനുണ്ടെന്നാണ്. ഇതിൻ്റെ ഒരു പാർട്ടിക്കിൾ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ജീവൻ തുടങ്ങി ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം ഈ ആറ്റം മോളിക്യൂൾ കറങ്ങുന്നത് പോലെ ഈ പ്രപഞ്ചം മൊത്തം കറങ്ങുന്നത്. അപ്പോൾ സൗരയൂഥങ്ങൾ അനേക സൗരയൂഥങ്ങൾ ഒക്കെ സയൻസ് കണ്ടുപിടിച്ചു. ഇതുപോലെ ഓരോ ഈ നിശ്ചലമായ ഒരു വസ്തുവിൽ പോലും എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ചലനമുണ്ട്, ഒരു ജീവൻ ഓരോ ഈ അംശങ്ങൾ കൂടിയിട്ടാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്. അപ്പം കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് കിട്ടുന്നത് വിത്ത് എന്നുള്ളതാണ്. വിത്തിൽ നിന്നാണ്. ആ വിത്തിൽ ആ സങ്കല്പമുണ്ട്. ഈ ആ വിത്തിൻ്റെ പരിണമിച്ച് വൃക്ഷമായി മാറുക. ആ വൃക്ഷത്തിൽ നിന്ന് അതേപോലെ അനേക വിത്തുകളുണ്ട്. അങ്ങനെയാണ് ഈ ലോകത്ത് മനുഷ്യ അല്ലെങ്കിൽ ജീവരാശികളൊക്കെ ഉണ്ടായി. അണ്ടമാണ് എന്ന് പറയുന്നത് ബീജം, അതിൻ്റെ സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ബ്രഹ്മാണ്ടം, ബ്രഹ്മം തന്നെ അണ്ടത്തിൻ്റെ ഏതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ആദ്യം ഉണ്ടായത് വിത്ത്, ആ സങ്കല്പത്തിലെ വിത്താണ് ബീജം അല്ലെങ്കിൽ അണ്ടം എന്നൊരു ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഒരു ആൽമരത്തിൽ എൻ്റെ ഒരു വിത്ത് എന്ന് പറയുമ്പോൾ ആ വിത്തിൻ്റെ ഏറ്റവും ചെറിയ വിത്താണെങ്കിൽ അതിൽ ഇത്രയോ വലിയ അടങ്ങിയിരിക്കുന്നത് ഉൾക്കൊണ്ടിരിക്കും. ആറ്റത്തിൽ വലിയ ശക്തിയാണല്ലോ അടങ്ങിയിരിക്കുന്നത്. ആറ്റം പിളക്കുമ്പോൾ അതേപോലെ അതിൽ അടങ്ങിയിരിക്കുന്നത് ചെറുതിലാണ് ഏറ്റവും വലിയ ശക്തി. ഒരു ആൽമരത്തിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ ആ വിത്ത് മുളച്ച് വരുന്ന ഒരു വലിയ ആൽമരമായി ആ വിത്ത് പൂർണ്ണമായിട്ടൊരു ആൽമരമാകാണ്. ആ ആൽമരത്തിൽ എന്താണ് വീണ്ടും ഉണ്ടാകുന്നത് ഒരുപാട് വിത്തുകളാണ്. ആ ഓരോ വിത്തും വീണ്ടും പുതിയ ആൽമരമായിട്ട് മാറുന്നു. അപ്പം ഇതോ ജീവൻ അങ്ങനെ പൂർണ്ണമായി പോകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ പറയുമ്പോൾ ഈ ദൈവത്തിൽ നിന്ന് വരുന്ന അംശം തന്നെ ഇങ്ങനെ വിഘടിച്ച് വലുതായി ഇങ്ങനെ സ്പ്രെഡായി പോകുന്നു. ജീവൻ്റെ അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗുരു പറയുമ്പോൾ. ഈ ശ്രീജിത്തും ശ്രീകുട്ടനും എന്താണ് പറയുന്നത്, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഗുരു പറയുന്നത് ഈ മസ്തിഷ്ക പ്രക്ഷാളനം അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അനുഭവം കൊണ്ട് പഠിക്കണം. ജീവിതത്തെക്കുറിച്ച് അറിയാം, ഈ നന്മയുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോകാം,
അതിനുവേണ്ടി ഏറ്റവും ബേസിക്കലായിട്ട് കുടുംബ ജീവിതമാണ് ഗുരു പ്രാധാന്യം കൊടുക്കുന്നത്, ശുദ്ധമായൊരു കുടുംബ ജീവിതം. അപ്പം ആ ഒരു ഇതിൽ കൂടെ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുക, അനുസരണയും വിവേകവും വിനയവും ഒക്കെയുള്ള മക്കൾ. ആ മക്കളെ ഒരു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വളരെ ഇതാണ് ആശ്രമത്തിൻ്റെ ഒരു രീതി ഏതൊരു കാര്യത്തിനും. ഇപ്പം അവിടെ ഇപ്പം ഇവർ എന്താണ് ഇവിടെ വളരെ പ്രയാസമാണ്. പക്ഷേ ഇത് ലോകത്ത് സംഭവിച്ചത് തന്നെയാണ്. കാരണം ഓരോ ഗുരുക്കന്മാർ വരുമ്പോൾ ആ പരമ്പരയെ ഇല്ലായ്മ ചെയ്യാൻ ഗുരുക്കന്മാരെ നശിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരെ തന്നെ പൂർത്തീകരിക്കാതെ. പക്ഷെ ഇവിടെ ഇപ്പോൾ പരമ്പരയെ നശിപ്പിക്കാനുള്ള ഒരു കർമ്മത്തിലേക്ക് ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ അധികാരികൾ ആ അധികാരമോഹം സ്ഥാനമോഹമൊക്കെ ആയിട്ട് ആണ് ഇവർ. ഇപ്പം അത് ഇവർ എന്തിനാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായത്. ഇവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെന്തെല്ലാം പറഞ്ഞത്. ആ അദ്ദേഹത്തെ ഭാര്യയെ സംബന്ധിച്ച് പിന്നെ MA BEd ഒക്കെയാണ്, ഇംഗ്ലീഷ് BEd ഒക്കെയാണ്. അപ്പോൾ അവർ മുമ്പ് വേറെ ചാനൽ ചെയ്തിരുന്നു, എന്താ ഇംഗ്ലീഷ് ഗുരു എന്നൊക്കെ പറയുമ്പോൾ മാത്രം ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യുക. ചാനലിൽ കൂടി ഒരുപാട് വ്യൂസുള്ള ചാനലായിരുന്നു അവരിപ്പോൾ ലൈഫ് ഡിവൈൻ എന്ന ചാനൽ തുടങ്ങി ഇതിൻ്റെ ആശയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വ്യൂസ് കുറവാണ്, അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. അവർ ആത്മീയവാദികളായിട്ട് പറയുന്നിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുക. ആശ്രമത്തിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നതൊക്കെ അധിക്ഷേപിക്കുന്നത്, അവർ കുറ്റം പറയുക, ഇവർ ന്യായീകരിക്കുക. ഈ ന്യായീകരിക്കുന്ന കേട്ടൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു വിഷമകരമായത് എന്താണോ മുമ്പൊക്കെ സംഭവിച്ചത് അതുപോലെ ഈ പരമ്പരയെ ഗുരു ആഗ്രഹിച്ച അല്ലെങ്കിൽ ദൈവനിശ്ചയം നടപ്പാക്കാത്ത രീതിയിലേക്ക് ഗുരുവിന് ഒരു വേർതിരിവില്ല അവിടെ. ഇപ്പം അവിടെ വേർതിരിവാണ്, ഈ സന്യാസിമാരിൽ വേർതിരിവാണ്. സന്യാസിമാരെ ഒക്കെ പിന്നെ 12 വർഷം കഴിയുമ്പോഴാണ് സന്യാസിമാർ ബ്രഹ്മചാര്യം ഒരു നോക്കിയിട്ട് യോഗ്യതപ്പെട്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷേ ഈ അവിടെ ചെറിയ കുട്ടികളൊക്കെ പിടിച്ചിട്ട് നീ ബ്രഹ്മചാരിയാണ്, നീ പിന്നെ ഇനി അടുത്ത സ്വാമിയാന്നൊക്കെ പറഞ്ഞ് 1-2 വർഷം കൊണ്ടൊക്കെ സ്വാമിയാക്കി മാറ്റും. ആ തരത്തിൽ പോയി കഴിയുന്നൊരു സമയത്ത് ഇവ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഗുരു ഓരോ കാര്യം കൈകാര്യം ചെയ്യുന്നതൊരു അറിവില്ല. ധർമ്മ കർമ്മത്തനുസരിച്ചാണോ ഇത് ചെയ്യുന്നതെന്ന് ഇവർക്കിതുവരെ അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗുരുവിൻ്റെ ആശയം ഒരു രീതിയിൽ നേരെ വിപരീതമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ അതാ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ചാനലിൽ കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തു വിടുക എന്ന് പറയുമ്പോൾ അതിന് ആധികാരികത വേണം. അതിന് ബേസിക്കലായിട്ട് ഇവർക്കൊന്നും പറയാനില്ല, ഗുരുവാണികളെടുത്ത് വെച്ച് പറയാം. അപ്പോൾ അതിന് മാറ്റമില്ലല്ലോ. നമ്മളൊരു വാക്ക് പുറത്തു വിട്ടാൽ ഈ അന്തരീക്ഷത്തിൽ അങ്ങ് കിട്ടുകയല്ലേ. അത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പം തന്നെ ടൈപ്പ് റെക്കോർഡ് പറഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ഫോണിലേക്ക് പറഞ്ഞാൽ ഫോൺ തിരിച്ചെടുക്കും. ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ശേഷിത്തുള്ള ആളുകൾ വരുമ്പോൾ എവിടുന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഗുരു പറയുന്നുണ്ട്. ഈ പുരോഗതിയെക്കുറിച്ചൊക്കെ ഈ ആകാശത്തുനിന്ന് ഈ സൂര്യൻ്റെ എനർജി സ്വീകരിച്ചിട്ട് പിന്നെ യന്ത്രങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു മുമ്പ് പറഞ്ഞിരിക്കും. അങ്ങനെ ദീർഘദർശനം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഗുരു സ്ഥാനത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും ദീർഘദർശനം ഉണ്ടോ, അല്ലെങ്കിൽ സാധാരണ ഗുരുവിനെ ധ്യാനിച്ചിട്ട് ഗുരുവിൻ്റെ രൂപത്തിൽ നിന്നാണ് വാക്കുകൾ കിട്ടിയിട്ട് അതാണ് സത്യമായിട്ട് വരുന്നത് ജീവിതത്തെ സംബന്ധിച്ച് എന്ത് കാര്യത്തിൽ. ഇപ്പം നിലവിലിപ്പോൾ ഇവർ ഗുരു ആണെങ്കിൽ, ഈ ശിഷ്യപൂജ എന്ന് പറയുന്ന ഗുരു ആണെങ്കിൽ അവരെ ആരെങ്കിലും പ്രാർത്ഥിച്ച് അവർക്കാർക്കും കിട്ടുന്നുണ്ടോ, അതാണ് കിട്ടുന്നത്. നിലവിൽ ആരെയും ഒന്നും പറഞ്ഞു കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ തന്നെ അവർ മുൻകൂട്ടി പറയണ്ടായിരുന്നു, ഉണ്ടായിരിക്കും. അപ്പോൾ വായ് മൂടി കെട്ടിയിരിക്കുന്നു. അത് എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റുക? മുൻകൂട്ടി ഇന്നത് വരാനിരിക്കുന്നു, ഇന്നത് ചെയ്യൂ. അത് പരിഹാരം കണ്ടിരുന്നു ഗുരു. ഒരു വലിയ പ്രതിക്ഷോഭോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പിന്നെ മാറ്റങ്ങൾ ലോകത്ത് ഈ മഹാവ്യാധിയോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ ഈ ഉൽക്കപതനം പോലും ഗുരു പറഞ്ഞത് ഇങ്ങനെ വരുന്നു, പ്രാർത്ഥിച്ച് മാറ്റൂ. അപ്പോൾ അത് മാറിപ്പോകാൻ മനുഷ്യരാശി മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട് പരമ്പരയിൽ. അപ്പം നിലവിലുള്ള ഒരു ഗുരു ഇവരെ എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംശയം. അങ്ങനെയാണല്ലേ ഗുരു എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തൊക്കെ അറിവ് കൊടുക്കണ്ടേ. ഇവരെന്ത് അറിവാണ് കൊടുക്കുന്നത്? നേരത്തെ വിപരീതമായ കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ന്യായീകരിച്ചിട്ടുന്ന കാര്യമല്ല എന്നാണ് ശ്രീജിത്തിന് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഗുരുവിൻ്റെ വിശ്വാസികളെ ഏതാണോ നേരത്തെയുള്ള വിശ്വാസികൾ ഭക്തന്മാരും ഒക്കെ ഉണ്ടാവും. അവർ തെറ്റ് കാണുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും. അവരെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റിയ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പിന്നെ കർമ്മത്തെ വെച്ച് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷിപ്പ് വേണ്ടതാണ്. കാരണം ഗുരു നമുക്ക് അറിയാം ഈ മനസ്സ് കൊണ്ടുപോലെ നമ്മൾ ചിന്ത മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല. അവിടെ അങ്ങനെയായിരുന്നു.
ചിന്ത പോലും നമുക്ക് വളരെ സൂക്ഷിപ്പാണ്. നമ്മൾ പണ്ടൊരു ഒരു ആണാണെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടാൽ നമ്മളെ മനസ്സുകൊണ്ട് തിരക്കില്ല അല്ലെങ്കിൽ നന്നായിരിക്കുന്നു അങ്ങനെ ഒരു മനസ്സിൽ പോലും തോന്നാൻ പാടില്ല. അപ്പം മനസ്സിൽ ഒരു മോശമായി നമ്മളെ മനസ്സ് ചീത്തയാവുന്നതാണ്. പിന്നെ വാക്ക് പറഞ്ഞാൽ അതും ചീത്തയാവുന്നു. ഈ സ്ത്രീകളെ മറ്റൊരു സ്ത്രീകളെ നമ്മൾ സ്പർശിക്കാനൊന്നും പാടില്ല. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ തന്നെ ഇപ്പം ഇസ്ലാം പരമ്പരയിലുള്ള പോലെ ആണുങ്ങൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ വേർത്താണ് പ്രാർത്ഥിക്കുക. അതുപോലെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു പന്തിയിൽ സ്ത്രീകളെ ഇരുത്തുന്നു, മറു പന്തിയിൽ പുരുഷന്മാരെ ഇരുത്തുന്നു, അങ്ങനെയൊക്കെ വർഷങ്ങൾ. അപ്പോൾ അതുപോലെ ഒരു സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ മറ്റൊരു ചിന്ത ആളെ പാടില്ല, മനസ്സുകൊണ്ട് പോലും ചിത്തയാൻ പാടില്ല ആളുകൾ. ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നിലവിൽ ആ തരത്തിൽ ഉണ്ടോയെന്നറിയില്ല. അങ്ങനെ സൂക്ഷിപ്പോടുകൂടിയാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരാളെ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എനർജി. ഇപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ അംശമാണ്. ജന്മാന്തരമായ കർമ്മദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു ദോഷമുള്ളൊരു എനർജി ഉള്ള ഒരാളെ, നെഗറ്റീവ് എനർജി ഉള്ള ഒരാളെ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ എനർജി നമ്മളിലേക്ക് വരും, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെ ഒരു പാദ നമസ്കാരം ചെയ്യുന്നത് ഏറ്റവും ഉന്നതമായ ഒരാളെ നമ്മൾ പാദ നമസ്കാരം ചെയ്താൽ അതിന് താഴേക്ക് ഉള്ള ആളുകൾ നമുക്ക് തൊട്ട് നമസ്കരിക്കാൻ പാടില്ല. കാരണം ഗുരുവിനെ സംബന്ധിച്ച് ഗുരു സർവധർമാത്മാവായിരിക്കുന്ന ആ ഗുരുവിനെ നമസ്കരിച്ചിട്ട് വീണ്ടും നമ്മൾ അതിനേക്കാൾ താഴെ ഒരാളെ നമസ്കരിക്കാൻ പാടില്ല. കാരണം ആ എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിലേക്ക് താഴോട്ട് പോയി ആ മോശമായ എനർജി നമുക്ക് വരും. അപ്പം നമ്മളെ ജീവന ദോഷം ഉണ്ടാകുന്ന അറിവാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഹസ്തദാനം ചെയ്യുന്നത് പോലും ഗുരുവിനെ നെഞ്ചത്ത് കഴിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വയം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗുണം നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ദോഷം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇറക്കിയിരുന്നത്. അപ്പോൾ ഈ എനർജിയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ എനർജിയിൽ വേരിയേഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ മനസ്സുകൊണ്ടും അമ്മമാരെ പോലെ ആ ഒരു പ്രായത്തിനെയൊക്കെ ബഹുമാനിക്കുക, തന്നേക്കാൾ ഇളയവരെ പിന്നെ മകളായിട്ട് കരുതണം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ മൂത്തവരെ അമ്മയെ പോലെ കരുതണം എന്നൊക്കെ ധാർമ്മികത അറിവ് കൊടുത്തിരുന്നു. ഇന്ന് പക്ഷേ അവരെ വേദിയിലൊക്കെ ജന്യമാരും സ്വാമിമാരൊക്കെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ തല സൂക്ഷിപ്പിൻ്റെ ഒരു കുറവ് എല്ലാ തലത്തിലും വന്നു പോയിട്ടുണ്ടെന്നാണ് ശ്രദ്ധ കൂടിക്കലർന്ന് ഇപ്പം ഏതൊരു ആശ്രമത്തിൽ കണ്ട് കുട്ടികളെല്ലാം കൂടി ആണും പെണ്ണും കൂടി തുള്ളി കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഗുരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗുരു അറിയാതല്ല, ഇത് പിന്നെ ഇവർ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ തലമുറ ഒരു ധാർമ്മികമായിട്ട് ജീവിക്കാത്തൊരു രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന കുട്ടികൾ പോലും സമൂഹം പോലും മാറ്റം വരുന്നത്. എന്തുകൊണ്ട് ആശ്രമത്തിൽ ഗുരു ആഗ്രഹിച്ച കാര്യം ഒരു ഏറ്റവും ധാർമ്മികമായ ഒരു വിനയത്തോടും ഗുരുവത്തോടും പോയിരുന്ന ആ ഒരു മതി. അപ്പോൾ പറഞ്ഞ അനുസരണമില്ലാത്ത മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛനമ്മേനെ അനുസരിക്കാത്ത മക്കൾ അതല്ല ഉള്ളത്. മാതാവിനെ പിതാവ് ഗുരു ദൈവം എന്നാണ്. ഈ മാതാവാണ് മക്കൾക്ക് അച്ഛൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഈ അച്ഛൻ്റെ ഉത്തരവാദിത്തം അച്ഛന് അറിവ് കൊടുക്കുന്ന ഗുരുവിൽ എത്തിക്കുക. ഗുരു എന്ത് ചെയ്യണം? ഗുരു ആ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു. തൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനം ദൈവത്തിൻ്റെ ഒരു വഴിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക്. ദൈവം എന്ന് പറയുന്ന സകലത്തിൻ്റെയും പിന്നെ നമ്മളെ രക്ഷിതാവാണ് ശരിക്കും. നമ്മൾ ഗുരു ദൈവത്തെ ഭയപ്പെടുകയല്ല വേണ്ടത്, ആ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു ജീവിതധർമ്മം പൂർത്തിയാക്കുന്ന ഒരു അറിവാണ് ആ സമയത്ത് കൊടുത്തിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു അറിവും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആശ്രമവിശ്വാസികളായ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു മിതത്വവും വിനയവും പെരുമാറ്റവും സ്വഭാവ നന്മയൊക്കെ കാണിക്കണ്ടേ? അപ്പം അതെന്തുകൊണ്ട് ഇല്ല? ഇപ്പോൾ നിലവിൽ വളരെ വിഷമമുണ്ടാക്കുന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതൊരു സമൂഹം എന്താണ് ഗുരുവിൻ്റെ ജന്മം ഉദ്ദേശിച്ചതെന്നും ഗുരു എന്ത് പറഞ്ഞിരുന്നു എന്നുള്ളതും ഇങ്ങനെ. അപ്പോൾ ഈ തരത്തിൽ എന്തായാലും ഒരു മാറ്റം. പക്ഷേ ഈ ശ്രീജിത്തല്ല ആരായാലും ആശ്രമത്തിൽ ഇതൊന്നും ഒരു കുറേ കാലമൊക്കെ തെറ്റിച്ച് കൊണ്ടുപോകല്ലേ. അത് ഇതൊന്നും ദൈവനിശ്ചയം ഗുരുവിൻ്റെ നിശ്ചയം നടപ്പാകാതിരിക്കാൻ കഴിയില്ല. അപ്പം യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ പരമ്പര എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പരമ്പശക്തി വ്യാപിച്ചത്. ഒരു ഇസ്ലാം പരമ്പരയായാലും കാലങ്ങൾ കൊണ്ട് ഇത് തെറ്റും ശരിയും തിരിച്ചറിയുന്ന ഒരു തലമുറ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒരു താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി അവരൊക്കെ ചെയ്യുന്ന താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിങ്ങൾ പിന്നെ തിന്മ ചെയ്യുന്നൊക്കെ ഗുരുവാണിയുണ്ട്. അങ്ങനെ ഒരുപാട് ഗുരുവാണികൾ മനസ്സിലാക്കിയാൽ ഈ ശ്രീകുട്ടിയെ പോലത്തെ ആളുകൾ ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ഗുരുനിന്ദയാണ്, ദൈവനിന്ദയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു വിഷമം പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ സംസാരിക്കും.